തന്നെ ഇവിടെ വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചു. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഇനി എവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരണം. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്, അടിച്ച് പൊളിക്കണം. അങ്ങനെ ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ ഞങ്ങൾ തിരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഇനി വേറെ ഏതോ സ്പോട്ടിലോട്ടൊക്കെ പോകണമെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുന്നത് ഗൈസ്. അപ്പം ഞങ്ങളിനി ഇവിടെ ടീ ലേക്ക് ബോട്ടിങ്ങിന് വന്നതാണ്. അപ്പം ഇനിയും ബോട്ടിങ്ങിന് കയറണം. നോക്ക് ഗൈസ്, കണ്ടോ, ഇതാണ് സംഭവം. ടീ ലേക്ക് ബോട്ടിങ്. അവിടെ നടുക്കൊരു പാലമുണ്ട്, അതിൽ കൂടെ കടന്ന് വേണം. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇനി അതിൽ കൂടെ കടന്ന് വേണം ഇനി അവിടെ ചെല്ലാൻ, എന്നിട്ട് തുഴയണം. ഇവിടെ പിള്ളേർക്കുള്ള റൈഡൊക്കെ ഉണ്ട്. ഇതിലൊന്ന് കയറണം ഇനി. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഗൈസ്. എന്നെ കണ്ട് അവിടെ തുഴയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങണം ഗൈസ്. അവർ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളിനി ബോട്ടേ കയറാനായിട്ട് പോവാണ് ഗൈസ്. ബോട്ട് നീങ്ങുന്നു. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം വീഴുകയൊക്കെ ചെയ്യും. നീങ്ങത്തില്ലല്ലോ അവിടെ നിന്ന് ഇവിടെ വരെ. അവിടെ ഇറങ്ങത്തില്ല. ഉല്ലാസല്ല, സ്പീഡ് ബോട്ട് പ്രതീക്ഷിച്ചു വന്ന ഉണ്ടോ? സ്പീഡ് ബോട്ട് കണ്ടില്ല. നമ്മൾ ആ ബോട്ടിൽ കയറി. എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ നമ്മളിപ്പോ ബോട്ടിലാണ്. എല്ലാരും ഉണ്ട്. ഞാനായിരുന്നു തുഴഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ 2 തുഴച്ചിലുകാരുണ്ട് കേട്ടോ. ഞങ്ങൾ എന്റെ അടുത്ത് പക്ഷെ എന്റെ ഡാഡ് തുഴയുന്ന സാധനം മേടിച്ചു. അപ്പൊ തന്നെ നമ്മളെല്ലാരും ഹായ് പറഞ്ഞേ. ഇല്ല, ഇഷ്ടമല്ല. കണ്ട ഗൈസ്, എല്ലാവർക്കും എന്റെ വ്ലോഗ് ഇഷ്ടമാണ്. അപ്പം ആർക്കും ഇഷ്ടമല്ല ചെയ്യാനാ ഗൈസ്. ഭയങ്കര കുശുമ്പുള്ള ആളാണ് നമ്മുടെ കണ്ണൻ സാർ. എന്നെ വെള്ളം കോരി ഒഴിക്കുന്നത്. അപ്പൊ ഗൈസ് പങ്കായം തൊഴിൽ നിന്നെ പ്ലസ് സർവൻസ്. മിക്കവാറും അവർക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുമായിരിക്കും ഈ തൊഴിച്ചില് കാര്യം. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അവിടെ കിങ് ഉണ്ടോ കണ്ണാ മോനെ? പട്ടാളക്കാരൊന്നും തുഴയില്ല. ഇങ്ങോട്ട് നോക്ക് തുഴയെന്നുണ്ട്. അതെ, കോണേ നോക്കി തുഴ. ഇതിന്റെ വിത്ത് മക്കിനായിട്ട് കഴിക്കും. കുഴൽ വേണം, കൂരവ വേണം. ഓ ദിത്തിത്താരാ അപ്പൊ
മതി നാട്ടുകാർക്കെല്ലാം മനസ്സിലായി ആലപ്പുഴയിലാണ്. ഹോട്ടലൊക്കെ കയറി വന്നു. അപ്പൊ ഇവിടെ ഒരു പണ്ടത്തെ ഒരു ട്രാക്ടർ ആണോ നടത്തിയ ഒരു വണ്ടി. അപ്പൊ ഞങ്ങൾ ഇതിലൊക്കെ കയറി ഫോട്ടോ എടുത്തു. എന്നെ കണ്ടോ, പണ്ടത്തെ ഒരു വണ്ടിയാണ്, എന്തോ ഒരു വണ്ടി. അപ്പൊ ഞങ്ങൾ എല്ലാവരും നിൽക്കുകയാണ് ഗൈസ്. കഴിഞ്ഞാണ്ട് കടയിൽ കയറി അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് കയറിയത് ഇവിടെ വാഗമണ്ണിലുള്ള കുന്നത്തൂർ ബേക്കറി എന്ന് പറഞ്ഞ കടയിലാണ്. അവിടെ നല്ല അടിപൊളി ചായ അതുപോലെ തന്നെ സ്നാക്സ് ആയാലും എല്ലാം നല്ല ഫുഡാണ് ഗൈസ് ഇവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വരുമ്പോൾ ട്രൈ ചെയ്യുക. ഇവിടെ നല്ല ചായയൊക്കെയാണ് കിട്ടുന്നത്, അതുപോലെ ചോക്ലേറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം ബേക്കറിയാണ് കുൾബ. അപ്പം നിങ്ങൾ എവിടെ വരിക, ചായ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ഭക്ഷണമായിരുന്നു, നല്ല ചായയായിരുന്നു കേട്ടോ. അതുപോലെ സ്നാക്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ആ ചേട്ടനാണ് നല്ല ചായ ആയിരുന്നു. അപ്പം ഗൈസ് ഇനി ഞങ്ങളിനി മൊട്ടക്കുന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇനി ബസ്സിൽ കയറണം. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇവിടോട്ട് ഇറങ്ങിയാണ്. ഇനി ഞങ്ങൾ പോകുന്നത് മൊട്ടക്കുന്നിലോട്ടാണ്. അപ്പോൾ ഗൈസ് തന്നെ ഇവിടെ ഒരു ആനവണ്ടി കടന്നു വരുന്നു ഗൈസ്. ആനവണ്ടി വരുന്നു ഗൈസ്, കണ്ടോ? ഉപ്പുതറ കോട്ടയം അങ്ങോട്ടും കണ്ടു പോകുന്ന വണ്ടിയാണ് ഗൈസ്. അന്നേരം ഗൈസ് ഞങ്ങൾ ഇന്ന് മൊട്ടക്കുന്നിൽ പോകണം എന്ന് വിചാരിച്ചാണ് ഇപ്പം. പക്ഷേ നടക്കത്തില്ല, കാരണം നേരെ ഇത്ര ഇരുട്ടി 6:30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഇവിടെ ഹോം സ്റ്റേയിലേക്ക് പോവാണ് ഗൈസ്. എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി ഗൈസ്. എൻ്റെ ഗൈസ് 2 ഫ്രണ്ട്സ് കണ്ട ഗൈസ്, എൻ്റെ 2 ഫ്രണ്ട്സിനെ കിട്ടി ഗൈസ്. ടാറ്റ. അത് പോവാണ് ഗൈസ്. അതിനെന്നെ ഇഷ്ടപ്പെട്ടു, അതിനെ വാലാട്ടിയൊക്കെ കാണിച്ചു ഗൈസ്.